ഒരു ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള കറന്റിന് മാത്രമേ പ്രതികരിക്കൂ. വലിയ കറന്റുകൾ അളക്കാൻ ഇതിനെ ഒരു അമീറ്ററാക്കി മാറ്റാവുന്നതാണ്. 10 ആംപിയർ എന്ന വലിയ കറന്റാണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഡയറക്റ്റായി ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് നമുക്കിത് മെഷർ ചെയ്യാനാവില്ല. 10 ആംപിയർ കറന്റ് കടത്തിവിടുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ സ്കെയിലിൽ 10 എന്ന് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഈ സ്റ്റിക്കർ ചേഞ്ച് ചെയ്ത് നമുക്കിതിനെ അമീറ്ററായി ഉപയോഗിക്കാം. ഇതിനായി 10 ആംപിയർ കറന്റ് ഇതിലൂടെ കടത്തിവിടുമ്പോൾ 10 മൈക്രോ ആംപിയർ എന്ന കറന്റ് മാത്രം ഗാൽവനോമീറ്ററിലൂടെ ഒഴുകത്തക്ക രീതിയിൽ എന്തെങ്കിലും സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ആ 10 മൈക്രോ ആംപിയർ എന്ന കറന്റിന് ഗാൽവനോമീറ്റർ പ്രതികരിക്കുകയും അതിന്റെ നീഡിൽ ഗാൽവനോമീറ്ററിന്റെ സ്കെയിലിൽ 10 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു തരികയും അങ്ങനെ നമുക്ക് മെഷർ ചെയ്യേണ്ട കറന്റിന്റെ വാല്യൂ 10 ആംപിയർ ആണ് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഗാൽവനോമീറ്ററിന് പാരലലായി റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മെഷർ ചെയ്യേണ്ട കറന്റിൽ നിന്ന് 10 മൈക്രോ ആംപിയർ മാത്രം ഗാൽവനോമീറ്ററിലൂടെയും ബാക്കി നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്ററിലൂടെയുമാണ് ഒഴുകുന്നത്. അങ്ങനെ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ അതിന്റെ സ്കെയിലിൽ 10 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കുകയും ഇങ്ങനെ യഥാർത്ഥത്തിൽ 10 മൈക്രോ ആംപിയർ ആണ് ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്നതെങ്കിലും ഗാൽവനോമീറ്ററിന്റെ നീഡിൽ കാണിച്ചു തരുന്ന ഡിഫ്ലക്ഷൻ നമുക്ക് മെഷർ ചെയ്യേണ്ട കറന്റിന്റെ വാല്യൂ ആയി പരിഗണിക്കാവുന്നതാണ്. ഇവിടെ ഗാൽവനോമീറ്ററിനെയും റെസിസ്റ്ററിനെയും പാരലലായി കണക്ട് ചെയ്തതിനാൽ രണ്ടിന് അക്രോസും വരുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറന്റിനെ അതിന്റെ റെസിസ്റ്റൻസുമായി ഗുണിക്കുമ്പോൾ നമുക്ക് ഗാൽവനോമീറ്ററിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ലഭിക്കുന്നു. ഇതിനെ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യലുമായി ഇക്വേറ്റ് ചെയ്യുമ്പോൾ പാരലലായി കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ ഗാൽവനോമീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിനെ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഗാൽവനോമീറ്ററിനെ കൂടിയ കറന്റ് മെഷർ ചെയ്യുന്ന ഒരു അമീറ്ററായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു.